Hello, this is Sonu Ben with my little Benny. She is my plum patty. Okay. ഞങ്ങൾ കണ്ടു ബെനിബി നല്ല റെഡ് ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാണ്. അടിപൊളിയാണല്ലോ. ബെനിബിക്ക് ഇതെല്ലാം വേണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ഒരു തീൻമുറ പ്രകാരമുള്ള ഒരു ട്രഡീഷണൽ ലഞ്ചാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. നോക്കാം, നമ്മുടെ പ്ലം കേക്ക്, ക്രിസ്മസിന്റെ സ്പെഷ്യൽ പ്ലം കേക്ക് അമ്മ ഉണ്ടാക്കിയതുണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെ കള്ളപ്പമുണ്ട്. ബനാന തരാം കേട്ടോ. കള്ളപ്പമുണ്ട്, ബീഫ് തേങ്ങാപ്പാൽ കറിയുണ്ട്, വട്ടയപ്പമുണ്ട്, അങ്കമാലി മാങ്ങാക്കറിയുണ്ട്. പിന്നെന്താ ഉണ്ട്? ചോറുണ്ട്, ചിക്കൻ ഗ്രേവി ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി, നല്ല കൊടംപുളിയിട്ട് വറ്റിച്ച മീൻകറിയുണ്ട്, ചെമ്മീൻ മാങ്ങാക്കറിയുണ്ട്, കാബേജ് തോരനുണ്ട്, പോർക്കുണ്ട്, ബീഫ് ഉലർത്തിയതുണ്ട്. പിന്നെ നമ്മുടെ ബനാനയും ഓറഞ്ചും ആപ്പിളും എല്ലാം ഉണ്ട്. നമുക്ക് നല്ലൊരു ലഞ്ച് കഴിച്ചാലോ? ഓക്കെ, അപ്പോ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് മീലാണ്, ഒരു ക്രിസ്മസ് ഫീസ്റ്റ് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസ് ഓർമ്മകളിലേക്ക് ഒന്ന് പിന്തിരിയാം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എന്നാണ്. സ്വാഭാവികമായിട്ടും പുൽക്കൂട് വരും, സാന്താക്ലോസ് വരും, സ്റ്റാർസ് വരും, ഡെക്കറേഷൻസ് വരും, ലൈറ്റ്സ് വരും. പക്ഷേ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരാ? പ്ലം കേക്ക് അല്ലെ? പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വളരെ സുലഭമാണ്. നമ്മളിപ്പോ ഏതൊരു ബേക്കറിയിലേക്ക് ഓടി ചെന്നാലും പലതരത്തിലുള്ള പല ബ്രാൻഡുകളിലുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിങ്ങിലുള്ള കേക്കുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു കാലഘട്ടമുണ്ട്. അത് നമ്മുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടം. അതായത് പേരൻസ് ഒക്കെ ഒരു ടീനേജിലൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ അവർ പ്ലം കേക്ക് എന്നല്ല ക്രിസ്മസ് കേക്ക് എന്നാ പറയാം. അപ്പൊ ക്രിസ്മസ് കേക്ക് ഒക്കെ എന്താണ് ഈ ക്രിസ്മസ് കേക്ക് എന്ന് കാണാൻ കൊതിച്ചിട്ടുള്ള ആളുകളുണ്ട്, വായിച്ച് മാത്രം അറിവുള്ള. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജംഗ്ഷനുകളിലും ബേക്കറികളുണ്ട്. എന്നാൽ പണ്ടൊക്കെ മാടക്കടകൾ മാത്രം. ഈ മാടക്കടയിലൊക്കെ ആകെ ഈ കേക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ നെയ്ബർ ആൻറ്റിയാണ്. പുള്ളിക്കാരിയുടെ ചെറുപ്പത്തില് പുള്ളിക്കാരിക്ക് ഈ ക്രിസ്മസ് കേക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു കഷ്ണം കഴിക്കാൻ ടേസ്റ്റ് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു നെയ്ബർ അവർ പ്രൊഫഷണൽ ഫാമിലിയാണ്. അപ്പോൾ അവർ ടൗണിലൊക്കെ പോയിട്ട് വരുന്നവർ, ഒരു പ്രൊഫസറും ടീച്ചറും ആയിരുന്നു. അപ്പോൾ അവര് എല്ലാ വർഷവും അവരുടെ വീട്ടിലെ ക്രിസ്മസ് കേക്ക് വാങ്ങും. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരോട് പറയും, ഞങ്ങൾ ക്രിസ്മസ് കേക്ക് കഴിച്ചു, ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് കേക്ക് വാങ്ങി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അതൊന്ന് കാണാനെങ്കിലും പറ്റിയില്ലെങ്കിലും ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ആൻറ്റിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം പ്ലം കേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പുള്ളിക്കാരി അത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും അവിടുത്തെ 3 പിള്ളേരും ഇവിടെ ഇങ്ങനെ പഞ്ചസാര നട്ടുന്ന പോലെ ആ ചെറിയ കഷ്ണം കേക്ക് ഷെയർ ചെയ്ത് കഴിച്ചതാണ് പുള്ളിക്കാരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്ലം കേക്ക് ഓർമ്മ. അപ്പം എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്ലം കേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പ്ലം കേക്ക് അവൈലബിൾ ആയിരുന്നു. കാരണം നമ്മൾ ഈ 90s ബേക്കറികളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കേക്കൊക്കെ കിട്ടാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. എൻ്റെ അപ്പൻ്റെ സിസ്റ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ക്രിസ്മസ് വരുമ്പോൾ ഇഷ്ടംപോലെ കേക്ക്സ് കൊണ്ടുവരും. അപ്പം ക്രിസ്മസ് കഴിഞ്ഞാൽ അരിക്കലത്തിലും കേക്ക് എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന കേക്ക് കിട്ടുക? ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന കേക്കാണ്. പക്ഷെ എൻ്റെ ഓർമ്മയിലെ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 4ാം ക്ലാസ്സിൽ ക്യാറ്റീസം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്യാറ്റീസം ടീച്ചർ റാണി ആൻറ്റി ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ സമയമായപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഉണ്ടാക്കിയ പ്ലം കേക്ക് കൊണ്ടുവന്ന് തന്നു. ആ പ്ലം കേക്ക് പുള്ളിക്കാരി കൊണ്ടു തന്നപ്പോൾ എനിക്ക് ഈ കേക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ? ഇതൊക്കെ എൻ്റെ വിചാരം അതൊക്കെ ബേക്കറിയിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ വനിതയിലൊക്കെ റെസിപ്പിയൊക്കെ കാണുമ്പോൾ ഓവൻ വേണം, ബീറ്റർ വേണം. അപ്പോൾ ഓവൻ എന്താ ബീറ്റർ എന്താണെന്ന് നമ്മൾ കണ്ടിട്ട് പോലില്ല. അപ്പം പക്ഷേ റാണി ആൻറ്റി ആ കേക്ക് കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇതൊക്കെ വീട്ടിലുണ്ടാക്കാം, എനിക്ക് ഒരു ദിവസം വീട്ടിലുണ്ടാക്കണം, ഇത് ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അതൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ, പിന്നെ അതൊക്കെ നമ്മൾ ആ ആഗ്രഹമൊക്കെ അങ്ങനെ തന്നെ ക്രിസ്മസും ഒക്കെ കഴിഞ്ഞതോടുകൂടി അതൊക്കെ മറന്നു. പിന്നീട് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഞാൻ ക്രിസ്മസ് കാരോളിന് പോയപ്പോൾ
ഒരു എൽസി എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടാക്കിയ കേക്കാണ്. ഈ എൽസി ആൻറ്റി ഡൽഹിയിൽ നിന്ന് വന്ന് കുറേ നാൾ പുള്ളിക്കാരി ഫാമിലി ആയിട്ട് ഡൽഹിയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കുറേ നാൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായി. പുള്ളിക്കാരി ലോവനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങൾ ക്രിസ്മസ് കരോളിന് ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ ഡ്രൈ ആയിട്ടുള്ള പ്ലം കേക്കുകളാണ് ഷോപ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മോയിസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും ബട്ടർ ഫ്ലേവർ ഉള്ള ആ ഒരു കേക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ എനിക്കും അതുപോലത്തെ കേക്ക് ഉണ്ടാക്കണം എന്ന് അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ഈ യൂട്യൂബ് ഒന്നുമില്ല, റെഫറൻസ് ഇല്ല, എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല, ഓവൻ ഇല്ലെങ്കിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കാം അതൊന്നും അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി, നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അത് എവിടെ കിട്ടുന്നൊന്നും അറിയില്ല. സൂപ്പർ മാർക്കറ്റുകളില്ല. സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ടൗണിൽ പോകണം. നമ്മൾക്ക് എന്നാ ടൗണിൽ പോയി 10-20 വയസ്സിന് ശേഷമാണ് നമ്മൾ ടൗണിലേക്ക് സ്വന്തമായിട്ട് പോകാനും നമ്മുടെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റാനും തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് പ്ലം കേക്ക് കണ്ടത്, ഉണ്ടാക്കിയത്, കഴിച്ചതൊക്കെ. അപ്പം അങ്ങനത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ പ്ലം കേക്ക്, ആദ്യമായിട്ട് നമുക്ക് പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാം അല്ലേ? പ്ലം കേക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. ക്രിസ്മസ് പാതിരാ കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ ഒരുമിച്ചിരുന്നിട്ട് പ്ലം കേക്ക് മുറിച്ചിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം നമുക്ക് ഇവിടെ പങ്കിടാം. അങ്ങനെ പ്ലം കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പരമ്പരാഗത ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ തീൻമുറ പ്രകാരമുള്ള ലഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കല്യാണ സദ്യയിലെ അല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങളിലെ ലഞ്ച് അല്ലെങ്കിൽ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കല്യാണ സദ്യ ഇതിനോട് കുറച്ചൊക്കെ സിമിലർ ആണ്. എങ്കിലും എൻ്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെയൊക്കെ നാട്ടിൽ നോർമലി എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമല്ല, ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും എന്നും കൂടെ കാണിക്കുന്നുണ്ട്. നോർമലി എൻ്റെ വീട്ടിൽ ക്രിസ്മസിനും ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കള്ളപ്പവും ബീഫ് തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ, ഹസ്ബൻഡ് ചാലക്കുടി പോട്ടയാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടയപ്പവും അങ്കമാലി മാങ്ങാക്കറിയാണ് അവർക്ക് കൂടുതലായിട്ട്. അപ്പോൾ കള്ളപ്പം ഒന്നും അവിടെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ ഈ രണ്ട് നാടിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് കള്ളപ്പവും ബീഫ് തേങ്ങാപ്പാൽ കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്കമാലി മാങ്ങാക്കറിയും വട്ടയപ്പവും ഉണ്ടാക്കുന്നുണ്ട്. വട്ടയപ്പത്തിന് വേറെയും കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ട്, പുള്ളി എന്നോട് എപ്പോഴും അങ്ങനെ പറയാറുള്ളത് കൊണ്ട് ഞാൻ അതിനെ അതുണ്ടാക്കാം എന്ന് തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റായ വട്ടയപ്പവും കള്ളപ്പവും ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. രണ്ടിനും കൂടെ ഒന്നിച്ചാണ് കേട്ടോ അരി കുതിർക്കാനിട്ടത്. ഇവിടെ കാണുന്ന 150 ml കപ്പിൽ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്, 300 ഗ്രാം തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും, ഏത് വളഞ്ഞ വഴിക്ക് ഉണ്ടാക്കിയാലും അതിൽ ഒതൻറ്റിക് ടേസ്റ്റ് വേണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കാണുന്ന കാര കോക്കനട്ട് വാട്ടർ വാങ്ങി അതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കള്ളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള കള്ളൊന്നും ആയിട്ടില്ലെങ്കിലും കള്ളിൻ്റെ മണം അതൊത്തിട്ടുണ്ട്. ഏകദേശം 300 ml കള്ളിവിടെ റെഡിയായിട്ടുണ്ട്. 150 ml വീതം ഞാൻ 2 മാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഏതായാലും നമുക്കിതിനെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 2 മാവും ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. വട്ടയപ്പത്തിനുള്ള മാവിൽ തേങ്ങായും 4 ഏലക്ക തൊലി കളഞ്ഞതും 4 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. പക്ഷേ കള്ളപ്പത്തിന് അരച്ചപ്പോൾ അരിയും കള്ളും മാത്രമാണ് ഞാൻ ചേർത്തത്. ഫെർമെൻ്റ് ആയതിനു ശേഷം അപ്പം ചുടാൻ പോകുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമേ ഞാൻ തേങ്ങ ചേർക്കൂ. അബൌട്ട് 4 to 6 hours നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ വട്ടയപ്പം മാവ് അടിപൊളിയായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിരിക്കുന്ന സ്റ്റീമറിലേക്ക് ഇങ്ങനെ ഓരോരോ തവിയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതൊരൊറ്റ വട്ടയപ്പത്തിനുള്ള മാവേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, 150 ml റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ വട്ടയപ്പമേ കിട്ടുള്ളൂ. അരച്ചു വെച്ചിരുന്ന മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഏകദേശം 15-20 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയപ്പോൾ നല്ല പതുപതാന്നുള്ള ബേബി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എനിക്ക് കിട്ടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിത് ഗാർണിഷ് ചെയ്യുന്നില്ല, കാരണം കറി കൂട്ടി കഴിക്കുന്ന വട്ടയപ്പം അങ്ങനെ ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല.
അടുത്തതായി നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ കള്ളപ്പമാണ്. കള്ളപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 150 ഗ്രാം തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഒരു ചെറിയ ഗാർലിക് ക്ലോവും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചിട്ടുണ്ട്. ആ മിക്സ് ഞാനിതിൽ ചേർക്കാൻ പോവാണ്. ഇതിന് ശേഷം കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് 1 മണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടതിന് ശേഷം നമുക്ക് അപ്പം ചുടാം. ആഹാ, എന്താ സുഗന്ധം! ഞാനിങ്ങനെ ഓരോരോ അപ്പം ചുട്ട് പാത്രത്തിലേക്ക് പകർത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് പാതിരാ കുർബാന കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അമ്മ അപ്പം ചുട്ടിട്ട് എൻ്റെ കയ്യിൽ നെയ്ബേഴ്സിന് കൊടുക്കാനായിട്ട് തന്നുവിടും. ആ പൊതിക്കൊരു മണമുണ്ട്. ആ മണം ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചുടുന്ന അപ്പത്തിന് ആ മണമൊന്നും ഇല്ല കേട്ടോ. എങ്കിലും സന്തോഷം.
ഒരൈറ്റം ബീഫ് ഉലർത്തി ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു നല്ല പോർക്ക് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. പോർക്ക് വേവിക്കുന്ന സമയത്ത് ഞാൻ ഈ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇഞ്ചിയിലും പച്ചമുളകിലും ഗരം മസാല ഹോൾ, അതായത് ഈ പട്ടയിലും ഗ്രാമ്പൂലും ഒക്കെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർക്ക് ഉലർത്താനായിട്ട് വേവിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഉലർത്താൻ നേരത്ത് ഒരു കുറുകി ചാറാകാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമ്മൾ നോർമലി അടുപ്പിൽ വെച്ച് വേവിച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഉലർത്തി എടുക്കുന്ന സമയത്ത് കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മോയിസ്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് വരും, അല്ലെങ്കിൽ അതൊരു ഗ്രേവി ടെക്സ്ചറിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി വേവിക്കുമ്പോൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. വയ്ക്കുന്നതിനായിട്ട് ഞാൻ 300 ഗ്രാം ഓഫ് പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ മാങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കാണിക്കാം. തേങ്ങയൊക്കെ എത്ര അരയ്ക്കണമെന്ന് ഞാൻ അതുണ്ടാക്കുന്ന സമയത്ത് പറയാം.
നമ്മുടെ കോട്ടയംകാർക്ക് ഇച്ചിരി കൊടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സദ്യയും പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂസിലാൻഡിലായിട്ട് പോലും എനിക്കും ഒരു നല്ല മീൻകറി കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല, നല്ലൊരു ക്രിസ്മസ് ആയിട്ട്. ഇവിടെ മീൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഫിഷാണ്. അത് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. കൂരിവാളയാണ്. നാട്ടിൽ ഇവിടെ അങ്ങനെ ഫ്രഷ് ഫിഷൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഞാൻ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ച കൂരിവാള.